മലപ്പുറത്ത് 15 വയസ്സുകാരന് ലഹരി നൽകി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി സത്യമാവയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. പീഡന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഭർത്താവിന്റെ അറിവോടെയായിരുന്നു പീഡനം. ഭർത്താവ് ഒളിവിലാണ്. ഈ സംഭവത്തിൽ ഭർത്താവിനാണ് പ്രധാനപ്പെട്ട പങ്ക് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതൊരു പോസ്കോ കേസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തു പറയുന്നില്ല. പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ കേസിലെ പ്രതിയായിട്ടുള്ള സാബിക്കിനെ കൂടി പിടികൂടിയ ശേഷം മാത്രമേ വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളുടെയും ഈ കുട്ടിയുടെയും വീട് അടുത്തടുത്താണ്. തനിക്ക് അയൽക്കാരിൽ നിന്നും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ലഹരി കൈമാറ്റത്തിന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ലഹരി തന്നെ പല രീതിയിലും അവർ തന്നെ പീഡിപ്പിച്ചത്. ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയാണ് അവരുടെ ഭീഷണിയെന്നുമാണ് ആ കുട്ടി വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും പോലീസുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ പോസ്കോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ദമ്പതികൾക്ക് മുൻപ് നാർക്കോട്ടിക്സ് കേസുകൾ ഉള്ളതായിട്ട് വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചു. ലഹരി കൈമാറ്റത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രതി, അതായത് ഈ കേസിലെ യുവതിയുടെ ഭർത്താവിനെ കൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 15 വയസ്സുള്ള ഒരു കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച് ലഹരി വിൽപ്പനക്ക് പ്രേരിപ്പിക്കുക എന്നതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 30 വയസ്സ് മാത്രമാണ് യുവതിക്ക് പ്രായം. ഇവർ കുറച്ചു കാലമായി മലപ്പുറം തിരൂരിൽ മേഖലയിൽ തന്നെ താമസിച്ചു വരുന്നു. 15 വയസ്സുകാരന്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം യുവതി കുട്ടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യം മൊബൈലിൽ യുവതിയുടെ ഭർത്താവ് പകർത്തുകയും ഇത് കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തി ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുവാനും അല്ലെങ്കിൽ അത് അവർക്ക് നിർദ്ദേശിക്കുന്ന പോലെ ആളുകളിലേക്ക് കൈമാറാനുമൊക്കെ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു. സഹികെട്ട് കുട്ടി മാതാപിതാക്കളോട് കാര്യം അറിയിക്കുന്നു. കുട്ടിയുടെ സ്വകാര്യത മനസ്സിലാക്കി കേസിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴും പോലീസ്. മാത്രമല്ല ഈ കേസിലെ പ്രധാന പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടുമില്ല. എന്തൊക്കെയാണെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് ലഹരിക്കു മറവിൽ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15 വയസ്സുകാരനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച് 30കാരി അറസ്റ്റിലായ ഈ സംഭവം തന്നെ ഈ ലഹരി പരമ്പരകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്.